മയിൽപീലിക്കാവ്. രചന അവതരണം മിത്രവിന്ദ. ബസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. തൊട്ടരികിലായി ഒരു തമിഴത്തിയാണ് ഇരിക്കുന്നത്. മഞ്ഞളിൽ കുളിച്ച പോലെ കൈയും കാലുമെല്ലാം മഞ്ഞ നിറമാണ്. അവർ മുറുക്കി ചുവപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ അവൾ മീനൂട്ടിയുടെ മുൻപിൽ കൂടി നീട്ടിത്തുപ്പും. അവൾക്ക് വല്ലാത്ത അറപ്പ് തോന്നി. കുറച്ചു കഴിഞ്ഞതും അവൾ വേറെ ഒരു സീറ്റിൽ പോയി നിലയുറപ്പിച്ചു. തിരികെ വീട്ടിലെത്തിയപ്പോൾ അവൾ ആകെ മടുത്തിരുന്നു. ഇത്ര ദൂരത്തെ യാത്ര, തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം. കുറച്ചു സമയം കോളിമ്പല്ലടിച്ചിട്ടവൾ പുറത്ത് കാത്തു നിന്നു. വാതിൽ തുറന്ന ശ്രീഹരിയെ കണ്ടതും മീനുട്ടിക്കാകെ ഒരു സന്തോഷം. അവൻ പക്ഷെ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. വന്നു കഴിഞ്ഞ് ഒന്ന് കുളിച്ചു മീനാക്ഷി. അവളുടെ ക്ഷീണമൊക്കെ മാറി. ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി മീനു അടുക്കളയിലേക്ക് വന്നു. ശ്രീഹരി എന്തോ ചെയ്യുന്നത് അവൾ അപ്പോൾ കണ്ടു. അച്ഛൻ എങ്ങനുണ്ട്? അങ്ങോട്ടേക്ക് വന്ന അവളോട് അവൻ ചോദിച്ചു. കുറവുണ്ട്. അവൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് അവളുടെ നേർക്ക് നീട്ടി. മീനാക്ഷിക്ക് അത് മേടിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. വിറച്ചുകൊണ്ട് അവളത് വാങ്ങി. നിന്നെ ഞാനൊന്നും ചെയ്യില്ല. നീ അതോർത്തിനി എന്നെ കടിക്കാനും മാന്താനും വന്നേക്കരുത്. അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി. മീനാക്ഷിയാണെങ്കിൽ ചിരിക്കണോ അതോ കരയണോ എന്ന് ഓർത്തു നിന്നു. വൈകിട്ട് ശ്രീഹരി ഭക്ഷണം കഴിച്ച ശേഷമാണ് അവൾ കഴിച്ചത്. രുക്മിണിയമ്മ ഫോൺ വിളിച്ചപ്പോൾ മീനാക്ഷി അവരോട് സംസാരിച്ചു. ശോഭ എന്ത് ചെയ്യുകയാണെന്നവർ ചോദിച്ചപ്പോൾ അടുക്കളയിൽ ഓരോ ജോലിയിലാണെന്ന് അവൾ കളവ് പറയുന്നത് ശ്രീഹരിയും കേട്ടു. പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ അവൾ ഇറങ്ങിയപ്പോൾ ശ്രീഹരിയും കാറിൻ്റെ ചാവിയെടുത്തിറങ്ങി. പക്ഷെ അവളോട് വണ്ടിയിൽ കയറുവാനൊന്നും അവൻ പറഞ്ഞിരുന്നില്ല. അന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ മീനാക്ഷിക്ക് വല്ലാത്ത തലവേദനയായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയിട്ടും അവൾക്ക് തലവേദന മാറിയില്ല. അന്ന് അവൾക്ക് കുളിക്കുവാൻ പോലും മടിയായിരുന്നു. തൻ്റെ മുറിയിൽ തന്നെ അവൾ ചടഞ്ഞു കൂടിയിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. മീനാക്ഷി, ശ്രീഹരിയാണ് വിളിക്കുന്നത്. അവൾ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു. ഇയാൾ ഫുഡ് കഴിച്ചിട്ട് വന്ന് കിടക്ക്. അതും പറഞ്ഞുകൊണ്ടവൻ പിന്തിരിഞ്ഞു പോയി. വല്ലാത്ത പരവേശം. പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് കരുതി അവൾ അവൻ്റെ പിറകെ പോയി. ശ്രീഹരി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. തല ചുറ്റണ പോലെ അവൾക്ക് തോന്നി. വെള്ളം എടുത്തത് മാത്രമേ അവൾക്ക് ഓർമ്മ വന്നുള്ളൂ. ബോധം വന്നപ്പോൾ അവൾ ഹോളിൽ സെറ്റിയിൽ കിടക്കുകയാണ്. അവളുടെ മുഖത്തെല്ലാം വെള്ളത്തുള്ളികളാണ്. വീണ്ടും അവളുടെ മിഴികൾ അടഞ്ഞുപോയി. മീനാക്ഷി, മീനാക്ഷി. ശ്രീഹരി അവളുടെ കവിൾ പിടിച്ച് ഉലയ്ക്കുകയാണ്. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. വീണ്ടും അവൻ അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു. മീനാക്ഷി. അവൾ കണ്ണു തുറന്നപ്പോൾ ശ്രീഹരി വേഗം അവളെ അവൻ്റെ ദേഹത്തേക്ക് ചേർത്തിരുത്തി. ഇയാൾ പതിയെ എഴുന്നേക്ക്, ഞാൻ റൂമിൽ കിടത്താം. ശ്രീഹരി അത് പറഞ്ഞെങ്കിലും അവൾ പക്ഷേ അവനോട് ചേർന്നിരിക്കുകയേ ചെയ്തുള്ളൂ. പക്ഷേ ശ്രീഹരി അവളെ നിർബന്ധിച്ചുകൊണ്ട് അവളുടെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. നന്നായി പനിക്കുന്നുണ്ടെന്ന് അവന് തോന്നി. അവൾക്കൊരു പാരസെറ്റാമോൾ കൊടുത്തിട്ടവൻ തിരികെ അടുക്കളയിലേക്ക് ചെന്നു. ഒരു ഗ്ലാസ് ചൂട് ചായയുമായിട്ട് അവൻ വന്നു. അത് മേടിച്ച് ചുണ്ടോട് ചേർത്തപ്പോൾ മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശ്രീഹരി എന്നാലത് കണ്ടില്ലെന്ന് നടിക്കേ ചെയ്തുള്ളൂ. രാവിലെ ഉറക്കമുണർന്ന മീനാക്ഷി നോക്കിയപ്പോൾ അവളുടെ കയ്യിലും നെറ്റിയിലുമൊക്കെ ഓരോരോ കലകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇതെന്താ എൻ്റെ കണ്ണ? അവൾ അഴിഞ്ഞു കിടന്ന മുടിയെടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചു. ഈശ്വര, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആകെ വല്ലാണ്ടായിരിക്കുന്നു. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് തൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് മീനു. ഓഫീസിൽ പോകണം, കുളിക്കണം, ചോറും കറികളും വെക്കണം, ജോലികളൊക്കെ കിടക്കുന്നു. മീനാക്ഷി മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ശ്രീഹരി പത്രം വായിക്കുന്നുണ്ട്. അവൾ അവനെ നോക്കി നിന്നു. ഇന്നലെ ഈ മനുഷ്യൻ്റെ ദേഹത്ത് പറ്റിച്ചേർന്നാണ് മുറിയിലെത്തിയത്. തന്നെക്കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിച്ചോ ആവോ? ക്ഷീണം മാറിയോ? ശ്രീഹരി അവളെ നോക്കിയതും ഊവന്നവൾ തലകുലുക്കി. ജോലിയൊക്കെ തീർത്തിട്ട് മീനാക്ഷി കുളിക്കാനായി മുറിയിലേക്ക് പോയി. അവൾക്ക് കാലുകൾ കുഴയുന്നുവെന്ന് തോന്നി. കുളിക്കാൻ നിൽക്കാതെ അവൾ കട്ടിലിലേക്ക് അമർന്നിരുന്നു. ദേഹത്തൊക്കെ അവിടെ ഇവിടെ ഓരോരോ കുരുക്കൾ പൊന്തി വരുന്നുണ്ട്. ചൂടുകുരുവാണോ ആവോ? മീനാക്ഷി അതിലേക്ക് സൂക്ഷിച്ചു നോക്കി. വീണ്ടും തലവേദനയും തുടങ്ങി. എന്തായാലും 2 ദിവസം ലീവ് പറഞ്ഞുകൊണ്ട്
ഇന്നുകൂടി പോകണ്ടെന്നവൾ തീരുമാനിച്ചു. മീനാക്ഷി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ശ്രീഹരി പുറത്തുപോയിട്ട് കയറി വന്നത്. അവനെ കണ്ടതും മീനാക്ഷി വേഗം കൈ കഴുകാനായി എഴുന്നേറ്റു. ഇരിക്കടോ, ഇയാൾ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതി, ശ്രീഹരി അവളെ നോക്കി പറഞ്ഞു. തൻ്റെ മുഖത്തെന്തായി കുരുക്കൾ? പെട്ടെന്നവൻ അവളെ ശ്രദ്ധിച്ചു. ചൂടുകുരുവാണെന്ന് തോന്നുന്നു. അവൾ പതിയെ നെറ്റിയിൽ തലോടി. പനിയുണ്ടോ? അവൻ നെറ്റി ചൊളിച്ചു. ചെറുതായിട്ട്, പക്ഷെ തലവേദന മാത്രം സഹിക്കാൻ പറ്റുന്നില്ല. വൈകിട്ടോടുകൂടി മീനാക്ഷിയുടെ ദേഹത്തെല്ലാം ചെറിയ ചെറിയ കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടു. അത് തീ കുമിളകൾ പോലെ കാണപ്പെട്ടു. കടുത്ത പനിയും തലവേദനയും. തനിക്ക് ചിക്കൻ ബോക്സ് ആണടോ, അതാണിങ്ങനെ. ശ്രീഹരി പറഞ്ഞതും മീനാക്ഷി കരയാൻ തുടങ്ങി. കരയൊന്നും വേണ്ട, ഇതൊക്കെ ഒരു മനുഷ്യായുസിൽ അനുഭവിക്കണം നമ്മൾ. അതിന് മാത്രം അസുഖമൊന്നും അല്ലല്ലോ. കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക. അവൻ അവളെ ആശ്വസിപ്പിച്ചു. ആദ്യത്തെ 1-2 ദിവസങ്ങൾ വലിയ കുഴപ്പങ്ങളില്ലാതെ മുൻപോട്ട് പോയി. മീനാക്ഷി ആകെ വല്ലാണ്ടായി. കുമിളകളെല്ലാം പഴുത്തു പൊട്ടാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് നന്നേ ക്ഷീണം അനുഭവപ്പെട്ടു. 2 ആഴ്ച എടുക്കും എല്ലാം ഒന്ന് ഭേദമാവാനെന്ന് അവൻ മീനാക്ഷിയോട് പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ എന്തോ ദുസ്വപ്നം കണ്ട് മീനാക്ഷി അലറി വിളിച്ചു. ശ്രീഹരി വന്ന് നോക്കിയപ്പോഴവൾ വിങ്ങിക്കരയുകയാണ്. അവൾ പേടിച്ചുവെന്ന് അവന് മനസ്സിലായി. താൻ ലൈറ്റ് ഓഫ് ചെയ്യണ്ട എന്നൊരു നിർദ്ദേശം വെച്ചിട്ട് ശ്രീഹരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രുക്മിണിയമ്മയോടും തൻ്റെ കുടുംബത്തിൽ ആരോടും മീനാക്ഷി തനിക്ക് പനിയാണെന്ന് പറഞ്ഞില്ല. ഓഫീസിൽ നിന്ന് അവളെ എല്ലാവരും വിളിച്ച് സുഖവിവരങ്ങൾ തിരക്കി. മുറ്റത്തെ ആര്യവേപ്പിൻ്റെ ഇലകൾ 3/4 ഭാഗവും കൊണ്ട് ശ്രീഹരി മീനുവിന് പട്ടുമെത്ത വിരിച്ചു. പരവശം മാറുവാനായി ഇളനീരും തണ്ണിമത്തനും പൂവമ്പഴവും എല്ലാം മാർക്കറ്റിൽ നിന്നും മേടിച്ചു കൊണ്ടുവന്നു. വല്ലാത്തൊരു ദുർഗന്ധമായിരുന്നു അവളുടെ മുറിയിൽ. അതവൾക്ക് നന്നായിട്ടറിയാം. കാരണം താൻ കുളിക്കാതിരിക്കാൻ തുടങ്ങിയിട്ട് 2 ആഴ്ചയായി. ശ്രീഹരി ചെറു ചൂടോടെ കഞ്ഞിയും ചെറുപയർ വേവിച്ചതും കൂടി അവൾക്ക് കഴിക്കുവാനായി കൊണ്ടുവന്നു. അവളത് കഴിക്കാൻ വിസമ്മതിച്ചു. അവൻ മീനാക്ഷിയെ ചാരിയിരുത്താൻ ശ്രമിച്ചതും അവൾ തടഞ്ഞു. വേണ്ട, എൻ്റെ ദേഹത്തെല്ലാം ഒരു വല്ലാത്ത മണമുണ്ട്, അതുകൊണ്ട് എന്നെ തൊടണ്ട. മീനാക്ഷി പറഞ്ഞത് കേൾക്കാതെ ശ്രീഹരി തെല്ല അധികാരത്തോടെ അവളെ പിടിച്ച് കട്ടിലിൻ്റെ ക്രാസയിൽ ചാരിയിരുത്തി. സ്പൂണിൽ അല്പാൽപമായി കഞ്ഞി കോരി അവളുടെ ചുണ്ടോട് ചേർത്ത് വെച്ചു കൊടുത്തു. ഈശ്വര, ഇയാളെ താൻ തെറ്റിദ്ധരിച്ചു. പാവമാണെന്നവൾ ഓർത്തു. കാരണം അവൾക്ക് വയ്യാണ്ടായി കിടന്ന അന്നു മുതൽ അവനാണ് അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ 3-4 ദിവസം കൂടി പിന്നിട്ടു. മീനാക്ഷിയുടെ ദേഹത്തുണ്ടായ കുരുക്കളെല്ലാം കരിഞ്ഞു കഴിഞ്ഞു. ഇനി താൻ കുളിച്ചോളൂ, ഇനിയിപ്പോൾ കുളിക്കാം, ശ്രീഹരി പറഞ്ഞതും അവൾ അവനെ നോക്കി. എൻ്റെ കുളി കഴിഞ്ഞ് ഇനി ശ്രീയേട്ടൻ ഇത് പകരുമാവോ? ഞാൻ ജയിലിൽ കിടത്തപ്പോൾ എനിക്ക് വന്നിട്ടുള്ളതാടോ, താൻ പേടിക്കണ്ട. അവൻ പറഞ്ഞതും മീനാക്ഷി ഞെട്ടിവിറച്ചു. ഈശ്വര, അപ്പോൾ ശോഭ ചേച്ചി പറഞ്ഞതൊക്കെ സത്യമാണോ? ജയിലിൽ കിടന്നോ? തുടരും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് തരണേ.